ഞാൻ വീണ്ടും വന്നു ഒരു പുതിയ റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ബീഫ് ഫ്രൈയും റോസ്റ്റൊക്കെ കഴിച്ച് ഒന്നും അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു സംഭവമാട്ടോ ഇത്. നമ്മൾ ഉണക്കിറച്ചിയൊക്കെ ഇടിച്ച് ചതച്ച് ഉലർത്തിയെടുക്കുന്ന പോലെ തന്നെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഇരിക്കും ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബീഫ് ഒന്ന് ചതച്ചെടുത്ത് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ചതച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഇടിയിറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ബീഫ് ചതച്ചത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 15 ചെറിയ ഉള്ളി ചതച്ചത് വേണം. നമ്മൾ ഇതിനകത്തോട്ട് ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 20 ഉള്ളി വരെയൊക്കെ എടുക്കാം. ഉള്ളി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും. പിന്നെ ഞാനൊരു 10 വെളുത്തുള്ളി സ്കിന്നോട് കൂട്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 3 വറ്റൽമുളകും വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് ബീഫ് ചതച്ച് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇറച്ചിയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഇറച്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 വേവ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാലൻസ് വേവാനുള്ളതും കൂടി നന്നായിട്ട് വെന്തോളും. അപ്പോൾ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇറച്ചിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക, ഒരു 1/4 വേവിൽ കൂടുതലായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇറച്ചി ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ തുറന്ന് വെച്ച് വറ്റിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ ബീഫ് വേവിച്ച് കഴിയുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു അല്പനേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എല്ലാം വെള്ളവും നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ച ബീഫ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഔട്ട് സൈഡ് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കരിഞ്ഞു പോവും, ഉള്ള അധികം ഒന്നും ആവേയില്ല. അപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം കളറൊക്കെ നന്നായിട്ട് മാറി, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിയും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 1/4 വേവായിരുന്നു വേവിച്ചത്. ഇപ്പോൾ ബാലൻസ് കൂടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ബീഫെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒരു പകുതി ഇട്ട് കൊടുക്കുകയാണ്.
ഇനിയിത് ഭയങ്കരമായിട്ട് ചതച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കിയെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഈ അല്ലികളെല്ലാം വിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറേ നേരം ഇട്ട് നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ഇട്ട് അരയ്ക്കണ പോലെ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചമ്മന്തിയൊക്കെ പോലെ ചമ്മന്തി ആയിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഇറച്ചിയും മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഉണക്കിറച്ചിയൊക്കെ ഇടിച്ചെടുക്കുന്ന മാതിരി അതേപോലെ എല്ലാം അല്ലി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാലൻസ് കാര്യങ്ങൾ അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ ബീഫ് ചതച്ചത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ടിരുന്നു. അതുകൊണ്ട് ഈ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊട്ടും കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വേവിച്ച ബീഫായിരുന്നു. അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഒട്ടും കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ചതച്ചത്. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു വിഭവമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന്. നമ്മൾ ഇടിയിറച്ചിയൊക്കെ നമ്മൾ ചതച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ചതച്ചെടുക്കുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളിങ്ങനെ ചോറൊക്കെ കിടക്കുന്ന പോലെ തന്നെ വാരി കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു വിഭവമായിട്ട് കാണാം. ബൈ ബൈ.